തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബ ജ്വല്ലറിക്കൊപ്പം. തൂബ ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ CPIM മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വെള്ളക്കെട്ടിന് പരിഹാരം കാണുക, തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, ഭൂരഹിത ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകുക, ഊർപ്പായിച്ചിറയും പൊതുകുളങ്ങളും നവീകരിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, പരപ്പനങ്ങാടിയുടെ ഭാവി പുരോഗതിക്ക് ഉതകുന്ന തരത്തിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക, പരപ്പനങ്ങാടി ബീച്ചും കടലുണ്ടിപ്പുഴയും കേന്ദ്രമാക്കി ടൂറിസം പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. നഹാസ് ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിന് മുമ്പിൽ വെച്ച് പോലീസ് തടഞ്ഞു. CPIM പരപ്പനങ്ങാടി, നെടുവ, ചെട്ടിപ്പടി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E. ജയൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് പോയി കാര്യം നേടുന്നതിന് പകരം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തന്നെ വന്ന് കാര്യങ്ങൾ സാധിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറണം. അതാണ് പഞ്ചായത്ത് നീരാജ് നിയമത്തിന്റെ കണ്ടന്റ്. ആ അർത്ഥത്തിലേക്ക് നമ്മുടെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും മാറുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. അതിന് 100 കൂട്ടം സാങ്കേതികത്വം പറഞ്ഞ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ വലിയ അളവിൽ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലേക്ക് ആക്കുന്ന സമീപനമാണ് നമ്മുടെ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി സ്വീകരിക്കുന്നത്. വീട് നിർമ്മിക്കേണ്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ആവശ്യമായ പദ്ധതിയാണ് സർക്കാർ കൊണ്ടുവന്ന ലൈഫ് മിഷൻ. എത്രത്തോളം നമ്മുടെ മുനിസിപ്പാലിറ്റി നടപ്പാക്കാനായി? 5.5 ലക്ഷം വീടാണ് സംസ്ഥാന ഗവൺമെന്റ് നൽകി കഴിഞ്ഞു. 5.5 ലക്ഷം കുടുംബങ്ങൾക്ക് താമസിക്കാൻ വീട് നൽകി. അതിന്റെ താക്കോൽദാനം നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ഏതാണ്ട് ഈ വർഷം ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് വീണ്ടും വീട് നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. നിങ്ങൾ തൊട്ട് ഏറ്റവും പാവപ്പെട്ട മനുഷ്യന് അടിസ്ഥാനപരമായ ആവശ്യമാണ് അവനൊരു വീട് കിട്ടുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ. കാരണം പരപ്പനങ്ങാടി ആയാലും താനൂരായാലും ഒക്കെ തന്നെ കോസ്റ്റൽ ബെൽറ്റാണ്. തിരൂരിൻ്റെ പ്രദേശങ്ങൾ, പടിഞ്ഞാറൻ മേഖലകൾ കോസ്റ്റൽ ബെൽറ്റാണ്. ആ പടിഞ്ഞാറൻ മേഖലകളിൽ ജീവിക്കുന്ന ഏറ്റവും പാവപ്പെട്ട മനുഷ്യനാണ് അവിടെ ജീവിക്കുന്നത്. ആ പാവപ്പെട്ട മനുഷ്യന് ഏറ്റവും ആശ്വാസപ്രദമായ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. വീട് നിർമ്മിച്ചു നൽകാൻ കഴിയണം. എന്താ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയുടെ സ്ഥിതി? പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി അതിനാവശ്യമായ വല്ല നിലപാട് സ്വീകരിച്ചു? ഇവിടെ തമ്മിൽ തല്ലുകൂടാനാണ്, തർക്കങ്ങൾ ഉണ്ടാക്കാനാണ്. 2.5 വർഷം കൂടുമ്പോൾ മുനിസിപ്പൽ ചെയർമാൻമാരുടെ മാറ്റാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. അതിന്റെ പേരുള്ള വടംവലികളാണ് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ. അതിന്റെ പേരുള്ള ഗ്രൂപ്പ് തിരിഞ്ഞുള്ള കളികളാണ് മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നത്. എന്ത് വികസന പ്രവർത്തനം നടക്കുന്നത്? മാതൃകാപരമായ ഒരു ഇത്രയും കാലം പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി ഭരിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗല്ലേ. വലിയ വർത്തമാനം പറയുന്ന ആളുകളല്ലേ ലീഗ്. അവരിപ്പോ ഇങ്ങനെ അധികാരത്തിലേക്ക് വരികയാണ്. കേരളത്തിൽ ഞങ്ങൾ അധികാരം പിടിക്കും, ഞങ്ങൾക്ക് സീറ്റ് കിട്ടി, വോട്ട് വർദ്ധിച്ചു, ഞങ്ങളിങ്ങനെ അധികാരത്തിലേക്ക് കടന്നു വരികയാണ് എന്ന ധ്വനിയാണ് ഇപ്പൊ ലീഗിനുള്ളത്. ലീഗ് ആ ധാരണയൊക്കെ അവിടെ വെച്ചാൽ മതി. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ചെറിയ മേൽക്കൈ നിങ്ങൾക്ക് കിട്ടിയെന്ന് ധരിച്ച് ആ മേൽക്കൈ ശാശ്വതമായി നിലനിൽക്കുമെന്ന ധാരണ നിങ്ങൾക്ക് വേണ്ട. ആ ധാരണ തിരുത്തുന്ന രീതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലും വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ലീഗ് ആ ധാരണ വെച്ച് പോകണ്ട. പക്ഷെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായി പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി ദീർഘകാലമായി ലീഗാണ് ഭരിക്കുന്നത്. ആ ലീഗ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന മാതൃകാപരമായ ഒരു പ്രവർത്തനം പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിക്ക് അകത്താണല്ലോ പരിണതപ്രജ്ഞരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ജീവിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം. അവരൊക്കെ ഇതിന്റെ ഭരണകേന്ദ്രത്തിൽ ഇരുന്നിട്ടുണ്ട്. ഇതാ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാണ്ട് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന പടിഞ്ഞാറൻ മേഖലകളിൽ, ആ മേഖലയിൽ അവരുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ഒരു പദ്ധതി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പരപ്പനങ്ങാടി ഹാർബറിന്റെ സ്ഥിതി നിങ്ങൾക്കറിയില്ലേ? ആ ഹാർബർ കൊണ്ടുവരാൻ പ്രയത്നിച്ചതാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ. അതിന്റെ ഉയർന്ന നേതാക്കന്മാർ അധികാരത്തിലേറിയിട്ടും പരപ്പനങ്ങാടിയിലും താനൂരിലും ഒന്നും ഹാർബർ വരാൻ വളരെ വൈകിയില്ലേ? ആ ഹാർബർ വരാൻ താല്പര്യമെടുത്തത് തോമസ് ഐസക്കല്ലേ, തോമസ് ഐസക്കല്ലേ. അദ്ദേഹം കണ്ടുവെച്ചുകൊണ്ടല്ലേ ഇപ്പൊ താനൂരിൽ ഹാർബർ ഉദ്ഘാടനം കഴിഞ്ഞു. പരപ്പനങ്ങാടിയിൽ അതിന്റെ പണി അതിവേഗം പുരോഗമിക്കുകയാണ്. ഇത്തരം വികസന പ്രവർത്തനങ്ങൾ വളരെ ആലോചിച്ച് ഇത് നാടിനാവശ്യമാണ് എന്ന് കണ്ട് നടപ്പാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകൾ, ലീഗല്ല, ലീഗിന്റെ നേതാക്കന്മാരല്ല.
അവർക്ക് വന്നു നിന്ന് മത്സരിച്ചു പോകാൻ ഈ പാവപ്പെട്ട മനുഷ്യൻ എല്ലാ കാലത്തും മുസ്ലിം ലീഗിൽ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കും എന്നുള്ള ധാരണയുള്ള വെറും വോട്ടർമാർ മാത്രമാണ് മുസ്ലിം ലീഗിന് ഈ നാട്ടിലെ ജനം. ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായ NM ഷമേജ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി തയ്യിൽ അലവി, നഗരസഭാ കൗൺസിലർ T കാർത്തികേയൻ, പാലക്കണ്ടി വേലായുധൻ, MP സുരേഷ് ബാബു, K ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. KK ജയചന്ദ്രൻ സ്വാഗതവും M ബൈജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പരപ്പനങ്ങാടി.